കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ചൊരക്കയാണ് വേണ്ടത് കേട്ടോ. വേറെ നാടുകളിലേക്കൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഈ ചൊരക്ക പകുതി കഷ്ണങ്ങളെടുത്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. മൂക്കാത്ത തന്നെ എടുക്കണം കേട്ടോ. മൂത്ത് കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റായിട്ട് വരില്ല കറിക്ക്. ഇതാ അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് നമുക്കപ്പോൾ കളഞ്ഞെടുക്കാൻ പറ്റും. തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ നെടുകിലൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളും അതിനോട് ചേർന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതൊന്നും നമുക്ക് കറിയിലേക്ക് ഇടണ്ട കേട്ടോ. ആദ്യമായിട്ട് കറി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതൊന്ന് കഴുകിയെടുക്കണം. കഴുകി അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി, പഴുത്ത തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതാവണമെന്നൊന്നുമില്ല. പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ് കീറിയിട്ടിട്ടുള്ളത്. 3 പച്ചമുളക് നെടുകെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. നമ്മളിതിലേക്ക് പരിപ്പും തേങ്ങയെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം പോലെ ആയാൽ അത്ര രുചി കിട്ടില്ല. ഇതാ ഇത്രയും മതി. ഇളയതായത് തന്നെ വേണം കേട്ടോ. ഇളയതാവുമ്പോൾ പെട്ടെന്ന് വേവും. കുറച്ച് വെള്ളം മതി, രുചി കൂടും. ഇനി ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. കുറച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഈ വെജിറ്റബിൾസിൻ്റെ ആ ടേസ്റ്റ് കിട്ടണം വെച്ചാൽ മുളക് പൊടിയുടെ കുത്തൊന്നും വരാൻ പാടില്ല കേട്ടോ. എരിവ് നല്ലോണം ഉണ്ടെങ്കിൽ പച്ചമുളക് മാത്രം മതി. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഒരു കുക്കറിലേക്ക് ഒരല്പം പരിപ്പ് കഴുകി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അങ്ങനെ വെക്കുന്നേക്കാളും സെപ്പറേറ്റ് വേവിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് പാകമാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. നല്ല വേവുള്ള പരിപ്പായതുകൊണ്ട് കുക്കറിൽ തന്നെ ഇട്ടു. 2-3 വിസിലൊക്കെ വന്ന് നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതും അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കറി നല്ല കുറുകിയത് വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർക്കണം കേട്ടോ. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ പരിപ്പും കൂടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ഒരല്പം നല്ല ജീരകം ചേർക്കണം. ചെറിയ ജീരകം കേട്ടോ. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് ഒരു വെളുത്തുള്ളി അല്ലിയോ 1-2 ചെറുതാണെങ്കിൽ, കൂടുതൽ വേണ്ട, അതും കൂടി ഒന്ന് ചേർത്തൊന്ന് അരച്ച് അവിടെ റെഡിയാക്കി വെക്കാം. ഈ സമയം കറിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തു. തക്കാളിയും പച്ചമുളകൊക്കെ ചേർന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പരിപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ വെന്തുടയണം ഈ കറിയിലേക്ക്. അപ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ നല്ലൊരു രുചിയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എരിവൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ടുണ്ട്. തണുത്ത് വരുമ്പം നല്ല കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം. കടുകിട്ട് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച സൂപ്പർ ചൊരക്കക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ.